എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ ചെയ്യുന്നത് റോയൽ എൻഫീൽഡ് ക്ലാസിക്കിൽ നമ്മൾ റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡിൻ്റെ സീറ്റ് സെറ്റാക്കുന്ന വീഡിയോയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ സ്റ്റാൻഡേർഡിൻ്റെ ഒരു സീറ്റ് മേടിച്ച് അതിൻ്റെ ഹൈറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കുറച്ച് ഹൈറ്റ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് കാല് ശരിക്കും എത്താൻ വേണ്ടിയിട്ടും ഇരിപ്പ് കുറച്ചും കൂടി ഒരു കംഫർട്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ റെഡിയാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സീറ്റ് ഹൈറ്റ് കുറച്ച് റെഡിയാക്കിയിരിക്കുന്നത്. ഇപ്പോൾ അതിന് മൊത്തത്തിൽ നമുക്ക് ചിലവ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു 1200 രൂപ മാത്രമാണ് കേട്ടോ സീറ്റിന് മുടക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വർക്കിലേക്ക് പോകാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് ടൂൾസ് എന്ന് പറഞ്ഞാൽ വേണ്ടത് 17, 16, 12, 13 ഒക്കെ ആയിട്ടുള്ള സ്പാനറാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഷോക്ക് ഓപ്സിൻ്റെ ഭാഗത്തുള്ള നട്ടഴിച്ചെടുക്കുകയാണ്. അത് പിന്നെ അതുപോലെ സീറ്റിൻ്റെ ഫ്രണ്ട് സീറ്റാണ് നമ്മൾ ആദ്യമായിട്ട് അഴിക്കുന്നത്. അതിൻ്റെ സീറ്റിൻ്റെ അടിയിലുള്ള പിന്നെ മാത്രമല്ല ഈ ഫ്രണ്ട് സീറ്റിൻ്റെ സ്പ്രിങ് ഇല്ലെങ്കിൽ തന്നെ ഇപ്പം പുതിയൊരു നാട്ടിൽ മീറ്റിയോർ കാര്യങ്ങൾക്കൊന്നും അതിൻ്റെ സ്പ്രിങ് വരുന്നില്ല. അതല്ലാണ്ട് തന്നെ സീറ്റ് അപ്പോൾ കുറച്ചുകൂടി ഹൈറ്റ് നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ എങ്ങനെയുണ്ട് നമുക്ക് വെച്ച് നോക്കിയിട്ട് പിന്നെ എന്തെങ്കിലും വ്യത്യാസമുള്ളതാണ് നമ്മൾ വീണ്ടും തന്നെ പഴയതുപോലെ തന്നെ പിടിപ്പിക്കും. പിന്നെ മാത്രമല്ല ഇതിൽ ഈ സീറ്റിൻ്റെ പ്രത്യേകിച്ച് ക്ലാസിക്കിൻ്റെ സീറ്റ് മാറ്റി സ്റ്റാൻഡേർഡ് സീറ്റ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് പ്രത്യേകിച്ച് പാടൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം വണ്ടികൾ തന്നെ സ്റ്റാൻഡേർഡും ക്ലാസിക്കിലെല്ലാം സെയിം തന്നെയാണ്. സാധനങ്ങളെല്ലാം അതേ തന്നെ ഉണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ക്ലാമ്പോ കാര്യങ്ങളൊന്നും ചെയ്തെടുക്കേണ്ടതില്ല. സീറ്റ് മാത്രം മാറി നെറ്റും ബോൾട്ട് ടൈറ്റ് ചെയ്താൽ മതി കേട്ടോ. വലിയ പാട് കാര്യങ്ങളൊന്നുമില്ല. ഒരു സൈഡിൽ നമ്മൾ അങ്ങനെ അറിയുമ്പോൾ ചെയ്തു കേട്ടോ. നെറ്റും ബോൾട്ടൊക്കെ അഴിച്ച് കഴിഞ്ഞ് നമുക്ക് റൈറ്റ് സൈഡിലേക്കാണ് നമുക്ക് കഴിക്കാം. 12-ൻ്റെയും 13-ൻ്റെയും സ്പാനറും ടീ സ്പാനറും ആണെങ്കിൽ എളുപ്പമുണ്ട് കേട്ടോ, അഴിക്കാനൊക്കെ എളുപ്പമുണ്ട്. പിന്നെ ഡബിൾ എൻഡ് സ്പാനർ ഉപയോഗിക്കാതിരിക്കാൻ ഏറ്റവും നല്ലതാണ്. അതെന്ന് വെച്ചാൽ ത്രെഡ് ചിലപ്പോൾ അതിൻ്റെ സ്ലിപ്പാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റിങ്ങോ ടീ സ്പാനറോ ബോക്സോ ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മളിതിപ്പോൾ തൽക്കാലം ഒന്ന് മാറി വെച്ച് നോക്കുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ഫിക്സ് ചെയ്യാൻ കണ്ടിന്യൂ ചെയ്യാൻ നോക്കുന്നില്ല. കംഫർട്ടാണെങ്കിൽ മാത്രമേ നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. ഫ്രണ്ട് സീറ്റിൻ്റെ പിന്നെ അതിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് അടിവശത്തായിട്ട് ഒരു നീളമുള്ള 12 വോൾട്ടുണ്ട്. അതങ്ങ് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് കഴിച്ച് ആ സ്പ്രിങ് രണ്ട് സൈഡിലും പിന്നെ സ്പ്രിങ്ങിൻ്റെ അടിയിലുള്ള ബോൾട്ടും കൂടെ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല റിമൂവ് ചെയ്യാനായിട്ട്. പിന്നെ വരുന്നത് ബാക്ക് സീറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു 15 സെൻറ്റിമീറ്റർ ഒരു 10 സെൻറ്റിമീറ്ററിന് മുകളിലുള്ള ഒരു നീളത്തിലുള്ള ഒരു നെറ്റും ബോൾട്ടുമുണ്ട്. അതങ്ങ് അഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഷോക്ക് അബ്സോർബറിൻ്റെ മുകളിലുള്ള കൊടുത്തുകൊണ്ട് അത് നീക്കി കഴിഞ്ഞാൽ റിമൂവ് ചെയ്ത് സുഖമായിട്ട് ഊരിയെടുക്കാം കേട്ടോ. പിന്നെ സീറ്റ് അഴിച്ച് കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് അതിൻ്റെ ഉള്ളിൽ നിറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാൻ നമുക്ക് ആ ഭാഗത്ത് നമ്മളങ്ങനെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലാത്തതുകൊണ്ടും അഴിക്കാത്തതുകൊണ്ടും നിറച്ച് പൊടികളായിരുന്നു കേട്ടോ. പിന്നെ പുതിയ സീറ്റ് വെച്ചപ്പോഴത്തേനും എല്ലാം ക്ലീനാക്കി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ സെറ്റാക്കിയത്. പിന്നെ ഓരോ ഭാഗവും ഇങ്ങനെ വണ്ടി ഇടയ്ക്കൊക്കെ അഴിക്കുകയാണെങ്കിൽ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗവും നല്ല വൃത്തിയായിട്ടിരുന്നോളും. എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമ്പോൾ മാത്രം അഴിക്കുമ്പോഴാണ് അവിടെ നോക്കുമ്പോഴാണ് മഹാ വൃത്തികേടായിട്ട് ഇരിക്കുന്നത് കാണുള്ളൂ. അല്ലാണ്ട് ഇപ്പം ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്കെല്ലാം അഴിക്കുന്നതുകൊണ്ട് ഓരോ സാധനം ചേഞ്ച് ചെയ്യാൻ വേണ്ടി അഴിക്കുന്നതുകൊണ്ട് ആ ഭാഗങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ട് ഇരുന്നോളും. പിന്നെ നമ്മൾ ഈ റോയൽ എൻഫീൽഡിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേനും
നമ്മുടെ പ്രത്യേകിച്ച് റോയൽ എൻഫീൽഡുകാരോട് നമുക്ക് പറയാനുള്ളത്, ഇതിൻ്റെ നെറ്റും ബോൾട്ടുകളൊക്കെ കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ള രീതിയിൽ ഇറക്കുവാണെങ്കിൽ അതായിരിക്കും കേട്ടോ കുറച്ച് നല്ലത്. ഇത് നെറ്റും ബോൾട്ടും അത്ര അത് പോരാ, അതിനുള്ള ക്വാളിറ്റി അത്ര പോരാ. ഇപ്പോൾ കറക്റ്റ് ഫിറ്റിങ്ങാണ് അതിൽ വരുന്നത്. പിന്നെ ചെറിയൊരു അങ്ങോട്ടോ ചെറുതായിട്ടൊന്ന് ഇതിപ്പം ഹോള് കറക്റ്റ് ആക്കേണ്ടി വരും. അത് നമ്മൾ സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് ടൈറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്ക് ഇപ്പം കംപ്ലീറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ സീറ്റിൻ്റെ അടിയിലത്തെ ബോൾട്ടുകൾ ടൈറ്റായി മുറുക്കി കഴിയുന്നതോടെ നമ്മുടെ പണി കംപ്ലീറ്റ് ആകും കേട്ടോ. ആ ഷോക്കിൻ്റെ ഇത് മുറുക്കുമ്പോഴത്തേക്കും 17ൻ്റെ റിങ്ങും ഡബിളും കൂടി ഇട്ട് 2 സൈഡിലിട്ട് പിടിച്ചെങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് മുറുകുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് വെറുതെ കിടന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ കേട്ടോ.
വർക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയി. നമ്മളിപ്പോൾ ഇരുന്ന് നോക്കിയാണ്. ഇപ്പം നേരത്തെ സീനിനേക്കാളും ഒത്തിരി നമ്മൾ കാല് നല്ല രീതിയിൽ തന്നെ നമുക്ക് നിലത്ത് കുത്താൻ പറ്റുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ഇത് ടേൺ ചെയ്യുമ്പോഴേക്കാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാല് നിലത്ത് കുത്തുമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നിലത്ത് കാല് കുത്താതെ ഒരിക്കലും വണ്ടി മറിയാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സീറ്റൊന്ന് വെച്ച് നോക്കുന്നത്. എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ഓടിക്കാനൊക്കെ ആണെങ്കിലും സുഖമുണ്ട്. ഹാൻഡിൽ കുറച്ചുകൂടെ ഹൈറ്റ് കൂടിയതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ മറ്റേ പഴയ സീറ്റിൻ്റെ അത്രയും ഒരു സോഫ്റ്റ്നെസ് ഈ സീറ്റിന് ഇല്ല കേട്ടോ. അത്യാവശ്യം കട്ടിയിൽ തന്നെയാണ് സീറ്റ്. അപ്പോൾ അത്രയും നമ്മൾ കുഷൻ നമ്മൾ അത്രയും എടുത്തും റിമൂവ് ചെയ്തുകൊണ്ടേ ആ ഒരു ഇത് വ്യത്യാസമുണ്ട്. പക്ഷേ നമുക്ക് കുഴപ്പമില്ല, വണ്ടി നമുക്ക് ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി അങ്ങോട്ട് തള്ളാനൊക്കെ ആണല്ലോ നമുക്ക് കുഴപ്പമില്ല, പറ്റുന്നുണ്ട്. നമ്മുടെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.